ഈ ഒരു സാധനം ഇല്ലാത്ത അടുക്കള ഉണ്ടാവും അല്ലേ? പലവരും പല രീതിയിലാണ് ഇത് പറയുന്നത്. പ്ലക്കർ എന്ന് പറയും, ക്ലിപ്പ് എന്ന് പറയും. ഞാനിവിടെ പ്ലക്കർ എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താ നിങ്ങൾ പറയുന്നതെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വർഷങ്ങളായിട്ട് എന്നെ കാണുന്നതാണ്. പക്ഷേ കുറേ പേരൊക്കെ കേട്ടോ, ഒരു 50%, 50 എന്ന് പറയുമ്പം എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ആ ഒരു പേര് വായിക്കുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു കമൻറ്റ് ഇടാം കേട്ടോ. എവിടെ നിന്നാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് പറയുക, ഫ്ലവർ വേസ് ഒക്കെ ആണെങ്കിൽ ഫ്രഷ് ഫ്ലവറിന് അത്രയും നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒരു സന്തോഷം നൽകില്ല. എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് തോട്ടും അതുപോലെ ഒരു സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നുള്ളൊരു പ്രശ്നം വളരെയധികം അല്ലേ. ഇതിലേക്ക് 2 നമ്മുടെ കരി കഷ്ണം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലവർ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 ആഴ്ച ഇരിക്കുന്ന ഫ്ലവർ ചിലപ്പോൾ ഒരു 3 ആഴ്ച, 3.5 ആഴ്ച, 4 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇത് നിൽക്കാനായിട്ട് സഹായിക്കും. കരിയില്ലേ, നമ്മളുടെ അടപ്പൊക്കെ കത്തിച്ച് കഴിയുന്ന കരി ബാക്കി, അല്ലെങ്കിൽ നമുക്കിതിപ്പം ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. ചാക്കോളിന്ന് അടിച്ചു കൊടുത്തതിന് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. പ്ലാസ്റ്റിക് ഫ്ലവറിനേക്കാളും മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സുഖം, ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫിഷോ മീറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഒരു സ്മെല്ല് പോവില്ല അല്ലേ. ഇതൊരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. എത്ര പഴയ കട്ടിംഗ് ബോർഡും ആയിക്കോട്ടെ, പുത്തനാക്കാൻ ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് തേയിലയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നമ്മൾ ചായപ്പൊടി, കട്ടൻ ചായയുടെ, പാൽ ചായൻ്റെ എടുക്കരുത്, കട്ടൻ ചായയുടെ, ബ്ലാക്ക് ടീയുടെ ആ ഒരു തേയിലയുടെ ചണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നത്. ഇപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത്. മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടാലും കുഴപ്പമില്ലല്ലോ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാരങ്ങയുടെ തൊലി മതി. ഇപ്പോൾ ഒരു നാരങ്ങ ചീനിരിക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തതാണ് കേട്ടോ. നാരങ്ങയുടെ തൊലി ഇട്ടിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ചീത്തായ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. നല്ല പോലെ തന്നെ ആ ഒരു സ്മെല്ലേ അതിലുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ പൂപ്പൽ പിടിക്കുക, പെട്ടെന്ന് ഫെയ്ഡായി പോവുക, ചീത്തായി പോവുക, എല്ലാ പ്രശ്നങ്ങൾക്കും ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മീനൊക്കെ എല്ലാ ദിവസവും മുറിക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ കഴുകാം. അല്ല നമ്മൾ എപ്പോഴും മുറിക്കാറില്ല, നമ്മളൊന്ന് വല്ലപ്പോഴൊക്കെ ഈ മീനൊക്കെ മുറിക്കുന്നുള്ളൂ, ഫ്രഷ് ആയിട്ട് വെക്കണമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം, ആ വെള്ളത്തെ പടി എടുത്ത് വെക്കരുത് കേട്ടോ. നമ്മൾ പരിപ്പ് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം, നെഞ്ചെരിച്ചിൽ, ദഹന പ്രശ്നങ്ങൾ, വയറിനുള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ള് കായപ്പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കണം. ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടാൻ നല്ലതാണ്. എന്നിട്ടൊരു 10 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ കഴുകി എടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ കഴുകൂലേ 2-3 വെള്ളത്തിൽ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പരിപ്പ് തേങ്ങ അരച്ച് വെക്കുന്ന കറിയിൽ ഒരു കായത്തിൻ്റെ ചുവ വന്നാൽ അത് ടേസ്റ്റ് അല്ലല്ലോ, അത്ര നല്ലതല്ല. സാമ്പാറിനാണെങ്കിൽ നമുക്ക് ആ കായത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. പക്ഷേ നമ്മൾ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് വേണ്ട. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം, നെഞ്ചരിച്ചിൽ ഇവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴുകി കളയണം, അല്ലെങ്കിൽ ആ കായത്തിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് ഇത് വേറെയായി മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. വയറിനുണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ട് ഇതുപോലെ പരിപ്പ് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു പേടിയുള്ള കാര്യമാണ് കേട്ടോ. എല്ലായിടത്തേക്കും തെറിക്കും. ഗ്യാസൊക്കെ തുടച്ചിട്ട് ചെയ്താലും അത് പുറത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ മേത്തേക്ക് കയ്യിലേക്ക് തെറിക്കുമെന്നൊരു പേടി. ഇനി അങ്ങനെ ഒരു തരി പോലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നതിന് മുമ്പ് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ കറിയിൽ അപ്പം ഉപ്പ് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിയിൽ അതിനനുസരിച്ച് ഉപ്പിടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതും ഇതുമൊക്കെ ആകുമ്പോൾ കറിയിൽ ഉപ്പ് കൂടിയെന്ന് തന്നെ പറയരുത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ പോലും ഒട്ടും പുറത്തേക്ക് തെറിക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യില്ല കേട്ടോ. ഇത് അതുപോലെ കടുക് നല്ല ഈവണായിട്ട് നമുക്ക്
നമുക്ക് പൊട്ടിക്കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പം അത്രയും സൂം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നതാണ് ആ ഒരു എണ്ണ തെറിക്കുന്നതായിട്ട്. പക്ഷെ ചുറ്റിനൊന്നും അധികം തെറിച്ചിട്ടൊന്നുമില്ല, സാധാരണ തെറിക്കുന്ന അത്രയൊന്നും തെറിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സൂം ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് ആ ഒരു തെറിക്കുന്ന ആ ഒരു ഇത് തോന്നുന്നത് കേട്ടോ. ഒരു തരി പോലും പുറത്തേക്ക് പോകാതെ തന്നെ നല്ല ഈവണായിട്ട് കടുക് പൊട്ടിയും കിട്ടും. കുറേ സമയമൊന്നും എടുക്കുകയില്ല, നല്ല രീതിയിൽ തന്നെ ആയി കിട്ടുന്നതാണ്. മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ച് പരിപ്പ് വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു കായത്തിൻ്റെ ആ ഒരു ഇത് കഴുകി കളഞ്ഞത്. അടുത്തതായിട്ട് നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 3/4 വേവായി കഴിയുമ്പോൾ, ഒരു പകുതി വേവ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു മുറി നാരങ്ങ, ഇപ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച്, കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ 1-2 തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കുരു ഇടരുത്, അല്ലാണ്ട് നാരങ്ങയുടെ നീര് മാത്രം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറിന് വേറൊരു ടേസ്റ്റും വരും. നല്ല വിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു ട്രിക്ക് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരിഞ്ജീരകം ഇടാറുണ്ട് നെയ്ച്ചോറിൽ, പെരിഞ്ജീരകം താളിച്ചിടാറുണ്ട്. പക്ഷേ ആ ഒരു പകുതി വേവിൽ നമ്മൾ ഒരു നുള്ള് പെരിഞ്ജീരകം ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നെയ്ച്ചോറ് വേറെ ലെവലാകും. അതുപോലെ നമ്മൾ ബിരിയാണിക്ക് ഈ ഒരു ട്രിക്ക് ചെയ്താൽ വളരെ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലക്കറിൻ്റെ കുറച്ച് ടിപ്സുകൾ കണ്ടാലോ. നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മൾ മറുഭാഗം കൊണ്ടല്ലേ നമ്മൾ ചെയ്യാറ്, ആ ഒരു ക്ലിപ്പിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം കൊണ്ട് ഒരു കാര്യം ചെയ്യാറില്ലല്ലോ. പക്ഷേ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വളരെ എന്താണ് പറയുക, കയ്യിൽ ചൂട് പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മറ്റേ ഭാഗം ആ നമ്മൾ ക്ലിപ്പുള്ള ഭാഗത്ത് വെച്ച് ഇതാക്കിയാലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാം. അതുപോലെ തന്നെ തക്കാളി, മുട്ട, ഉരുളക്കിഴങ്ങ് ഇവയൊക്കെ പുഴുങ്ങിയെടുക്കുമ്പം നമ്മൾ സ്പൂൺ കൊണ്ടോ കയ്യിലുകൊണ്ടോ ഒക്കെ എടുക്കുമ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. പക്ഷേ ഇതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കാനായിട്ട് സാധിക്കും. ഇത്തിരി പോലും നമുക്ക് ഇളകാതെ, നമുക്കിപ്പം ഫസ്റ്റ് കിച്ചണിൽ സെക്കൻഡ് കിച്ചണിലേക്ക് ഈ ഒരു സാധനം കൊണ്ടുപോകണമെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അടുത്തത് പപ്പടം പൊരിക്കുക. നമ്മൾ പപ്പടക്കോലോ ഒന്നും വേണ്ട, നമ്മൾ പപ്പടക്കോല് കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ ഇതൊന്നും വേണ്ട, ഇതുപോലെ ചെയ്യുക. അതുപോലെ മീൻ, ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോഴും നമുക്കിത് തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ ഈ ഒരു ഭാഗം കേട്ടോ, ഈ ഒരു പ്ലക്കറിന് ഈ ഒരു ഭാഗം ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതുപോലെയൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു പ്ലക്കർ എവിടെ വെച്ചാലും കാണും, പക്ഷെ പപ്പടക്കോലൊക്കെ വെച്ചാൽ ചിലപ്പം കാണാണ്ടൊക്കെ ഇരിക്കും അല്ലേ. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സാധനം വെച്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ മൈൻഡിൽ വരാം, നമുക്ക് ഇതും ഇങ്ങനെ ചെയ്യാലോ എന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിക്കാമല്ലോ. അതിനു വേണ്ടിയാണ്, അല്ലാണ്ട് ഇത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടൊന്നും പറയാനായിട്ട് പറ്റൂല. നമുക്ക് സഡൻ ഒരു അത്യാവശ്യം വന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളയായിരിക്കുക കേട്ടോ. മറ്റേ നമ്പൂതിരിയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കളർ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ക്ലീനിങ് പർപ്പസിന് എടുക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത് വൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. ഇപ്പോൾ കോൾഗേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി ഇട്ട് കൊടുക്കുക. പിന്നെ 2 കർപ്പൂരമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കർപ്പൂരം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കർപ്പൂരം ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ പല്ലി ആകട്ടെ, പാറ്റ ആകട്ടെ, മാറാല, എട്ടുകാലി ആകട്ടെ, ഇവയുടെ ശല്യമൊക്കെ കുറക്കാനായിട്ട് ഈ ഒരു നമ്മുടെ കർപ്പൂരം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പേസ്റ്റ് നല്ല പോലെ തന്നെ മിക്സായി വരുന്നവരെ മിക്സ് ആക്കുക കേട്ടോ. ഇപ്പോൾ ഈ കോൾഗേറ്റ് തന്നെ എടുക്കണമെന്ന് ഇല്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും കോൾഗേറ്റ് അങ്ങനെ ഇങ്ങനെ, പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു വെള്ള ആയിരിക്കണം, അതുകൊണ്ടാണ്. ബാക്കിയുള്ള പേസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച്, നേരിയ ചൂടുവെള്ളമാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ കളയാൻ വെച്ചേക്കുന്ന നമ്മളുടെ ഇതില്ലേ തലേണ ഉറ, അതായിരിക്കും ഇത്രയും കൂടെ ബെറ്റർ. അതായിരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വൈപ്പറാണ് കേട്ടോ. വൈപ്പറോ അല്ലെങ്കിൽ പരന്ന ടൈപ്പ് ചൂലാണെങ്കിലും എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ വൈപ്പറാണ് എടുക്കുന്നത്. ചൂലിനേക്കാളും ഇത്രയും കൂടി നമുക്ക് ഈസി പെട്ടെന്ന് ചെയ്യാനും പറ്റിയത് നമ്മളുടെ വൈപ്പറാണ് കേട്ടോ. വൈപ്പറാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിനായിട്ട് വേണമെങ്കിൽ ഒരു തലേണൂറ കളയാൻ വെച്ചേക്കുന്നത്, അത്
കോട്ടൺ ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂല് കൊണ്ടൊക്കെ തട്ടിയിടുമ്പം അത് നമ്മളെ മുഖത്തേക്ക് വരാനും അതല്ലെങ്കിൽ നിലത്തേക്ക് വീഴുവാനും പൊടി പടർന്ന് പിടിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് മൂക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ അത് ഒരു ആഴ്ചത്തേക്ക് നമുക്ക് പനിയും ജലദോഷവും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു തലയണ മടക്കി നല്ല സ്ട്രോങ് ആയിട്ട് നല്ലതുപോലെ അത് ഇതാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗങ്ങൾ കബേർഡിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ എത്തില്ല. നമ്മൾ എന്തെങ്കിലും ഏണിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ലാഡറൊക്കെ വെച്ചിട്ട് കയറി അതിൻ്റെ മേളിൽ തുടച്ചൊക്കെ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ. കണ്ടില്ലേ, ഈ ഒരു പില്ലോ കവർ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുത്തിട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പേസ്റ്റും വിനാഗിരിയും കർപ്പൂരവും ഒക്കെ ചേർന്നത് കൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് പിടിക്കുകയില്ല. അതുപോലെ തന്നെ മാറാല വന്ന് ഇപ്പോൾ എട്ടുകാലിയൊക്കെ വന്ന് കൂട് കൂട്ടുക, അതുപോലെ പുഴുക്കൾ വരിക, പ്രാണികൾ വരിക, ഇവയൊന്നും വരില്ല. അതുപോലെ ഈ ഒരു കബേർഡിൻ്റെയൊക്കെ പുതുമ നിലനിർത്തുവാനും ഒരു മാസത്തിൽ ഒരിക്കലും മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പുതുമ നിലനിർത്താൻ സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഏതൊരു കബോർഡും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെയുള്ള ക്ലീനിങ് ഒക്കെ നമ്മൾ ഇപ്പം ഞാനിവിടെ പണ്ടൊക്കെ ഹസ്ബൻഡിനോടും കുട്ടികളോടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ എനിക്കിത് മേളിൽ കയറിയൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാറാല ഉള്ള ഭാഗങ്ങളിലും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ആ മാറാലയും ആ പൊടിയൊക്കെ ആ ഒരു ഇതിലേക്ക് പിടിച്ചോളും. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്കോ നിലത്തേക്കോ നമ്മളുടെ മുഖത്തേക്കോ ഒന്നും വീഴൂല. അതുപോലെ തന്നെ നമ്മളുടെ ഫാനും ഈ ഒരു ലിക്വിഡ് കൊണ്ട് തുടക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കോട്ടിങ് അതിൻ്റെ മേളിലുണ്ടാവും നമ്മളുടെ ആ പേസ്റ്റിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ. അപ്പോൾ ആ പൊടി പിടിക്കുന്ന ആ ഒരു ഇതില്ലേ അത് വളരെ കുറവായിരിക്കും. താഴത്തേക്ക് ഒരു തരി പോലും പൊടി നിലത്തേക്ക് വീഴാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ജനലിൻ്റെ കമ്പികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ലിക്വിഡ് വളരെ നല്ലതാണ്. പെട്ടെന്നൊന്നും അഴുക്കോ പൊടിയോ ഒന്നും പിടിക്കില്ല. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലിയല്ലേ നമുക്ക് പൊടി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനിയിപ്പം നോമ്പ് മാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ തുടങ്ങാനായിട്ടുള്ള സമയങ്ങളായി വരുന്നു. ഡീപ്പ് ക്ലീനിങ് കണ്ടില്ലേ. ഈ ഒരു റോസ് നോക്കിക്കേ, ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നില്ലേ. ഇനി ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറൊക്കെ വാങ്ങുമ്പോൾ ആ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കി വന്ന ഈ ഒരു ലിക്വിഡ് നമ്മൾ ഈ ഒരു തുണികൾ നമ്മളുടെ കിച്ചൺ ടവലാകട്ടെ ഇതുപോലുള്ള അഴുക്ക് പിടിച്ച തുണികൾ കഴുകാനായിട്ട് സൂപ്പറാണ് ഈ ഒരു ലിക്വിഡ്. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ പ്ലക്കർ കൊണ്ട് തിരിച്ചു മറിച്ചു വിടുക. ചൂടായിട്ടുള്ള ഏതൊരു സാധനവും നമുക്ക് സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ കല്ലിലിട്ട കഴുകുമ്പോൾ നല്ലപോലെ കുത്തി കഴുകുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലക്കർ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കുത്തി നമുക്ക് നല്ലതുപോലെ അഴുക്ക് പോകാനും ഈ ഒരു ലിക്വിഡ് ഉള്ളത് കൊണ്ട് തന്നെ മെഴുക്കും അഴുക്കും ഒക്കെ നല്ല പോലെ തന്നെ പോകാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.